ബാഹുബലിനെ പോലെ പിടിച്ചോ. മടക്കി നേരെ തിരിച്ച് ചെയ്തോളൂ. അപ്പൊ നമ്മൾ ഇന്ന് നിൽക്കുന്നത് റിപ്പാരിയൻ ആയ റിസോർട്ടിലാണ്. അപ്പൊ നമ്മൾ ഒരു ദിവസം അടിച്ച് പൊളിച്ചുട്ടോ ഫാമിലി ആയിട്ടല്ലേ. ഓക്കെ, അപ്പൊ നമ്മള് ഫാമിലി ആയിട്ട് ഒരുപാട് നാൾക്ക് ശേഷം ആട്ടോ ഗെറ്റ് ടുഗദർ ഒക്കെ ചെയ്തേക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഗൈസ്, കോതമംഗലത്താണ് കേട്ടോ നമ്മുടെ ഈ റിസോർട്ട് വരുന്നത്. അപ്പൊ അവിടെ ചെക്ക് ഇൻ ടൈം 2 മണിയാണ്. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ 12:30 കഴിഞ്ഞു കേട്ടോ. അപ്പൊ എനിക്ക് വന്നപ്പോ തന്നെ ഈ ഒരു അറ്റ്മോസ്ഫിയർ, ഈ ആംബിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമ്മള് ഈ പണ്ട് കൊച്ചിലെ വെക്കേഷൻ ടൈമിൽ ഈ അമ്മയുടെ തറവാട്ടിലൊക്കെ പോയി നിൽക്കില്ലേ, അതുപോലത്തെ ഒരു ആംബിയൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണത്. ഒരു തറവാട് സെറ്റപ്പ്, ഒരു 4 കെട്ട് തറവാടില്ല അതുപോലെ തോന്നുന്നുണ്ട്. ഭയങ്കര പീസ്ഫുൾ ആയിട്ട്, ഭയങ്കര സൈലന്റ് ആണ്. ലൈക്ക് നമ്മളിപ്പോൾ കൊച്ചിയിൽ നിന്നൊക്കെ പോകുമ്പോൾ അത്രയും ബിസി ലൈഫിൽ നിന്നും അത്രയും ബിസി സ്കെഡ്യൂളിൽ നിന്നൊക്കെ പോകുമ്പോൾ ഭയങ്കര സൈലന്റ് ആൻഡ് പീസ്ഫുൾ ആയിട്ട് തോന്നി. ശരിക്കും ചെറുപ്പത്തിലൊരു വെക്കേഷൻ ടൈമിൽ നമ്മൾ തറവാട്ടിൽ പോയി നിൽക്കുന്ന അതേപോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ വന്നപ്പോൾ ഫീൽ ചെയ്തത്. അപ്പോൾ ഫാമിലി ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വണ്ടി ഇവിടെ എത്തി, അതായത് അച്ഛനും ഞാനും രാമോണ്ടും പിന്നെ എൻ്റെ ഫ്രണ്ട് ചക്കു ഇവിടെ എത്തി. അമ്മ വന്നിട്ടില്ല കേട്ടോ. ബാക്കിൽ ഇനിയിപ്പോൾ എൻ്റെ കസിൻസ് വരുന്നുണ്ട് വേറെ വണ്ടിയിൽ. അപ്പോൾ അവരും നമ്മൾ ഒരേ ടൈമിലല്ല ഇറങ്ങിയത്, നമ്മൾ കുറച്ച് നേരത്തെയാണ് ഇറങ്ങിയത്. അപ്പോൾ അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളി പ്രൈവറ്റ് റിസോർട്ടല്ലേ. നമുക്ക് ഇനി ഇവിടുത്തെ റൂംസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് കാണാം. ഫസ്റ്റ് പോയി ഞാൻ എൻ്റെ റൂം ഓടിക്കട്ടെ. ഓൾറെഡി ഇവിടെ ഫാനൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ് ഗൈസ്. രാമോണ്ടാണോ? പിന്നെ ഞാൻ തുടങ്ങിയില്ല. അവിടെ തുടങ്ങിയില്ല. ഒന്നാമത്തെ റൂമിൽ തുടങ്ങണം. 4 ഇത് എല്ലാ റൂമും കണ്ടിട്ട് തീരുമാനിക്കാം ഗൈസ്. എല്ലാ റൂംസും ചെക്ക് ചെയ്തിട്ട് കണ്ടിട്ട് മാത്രം ഞാൻ എന്റെ മുറി തീരുമാനിക്കുള്ളൂ. തേർഡ് റൂം കുറച്ച് നല്ല സ്പേഷ്യസ് ആണ്. അച്ഛൻ നേരത്തെ റൂം പിടിച്ച് ഏത്തിയിട്ട് അച്ഛൻ കടന്നിറങ്ങി. ഇതെല്ലാം ഒരേപോലെ തന്നെയുള്ള. ഇനിയൊന്നും ആയില്ലേ? ഇല്ല, ഇതെല്ലാം 4, 3 ഇവനെവിടെ ഓടിക്കളിക്കുന്നത്? കാണാതിരിക്കാൻ വേണ്ടി ക്യാമറമാൻ ഓടി നടക്കുന്നു. നമ്മുടെ എന്താ ജീവ മോളെ ഒരു സന്തോഷമില്ലാത്ത? നല്ല റൂം. നല്ല റൂം ഇപ്പോഴാണ് കാണുന്നത്. ഒന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ നോക്കിയാക്കല്ലേ രണ്ടും കൂടിയിട്ട്. ഇവിടെ എല്ലാം കണക്കുള്ളതാ. ലൈറ്റ് ഇടുക ചങ്ങായി. ഒന്നും ഉണ്ട്. ഇവളിത് മറ്റേ റിയൽ എസ്റ്റേറ്റിൽ നമ്മള് സാധനല്ലേ നോക്കൂ ഗൈസ്. 2 BHK ഹോം ഒരു 1600 കോടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്വന്തമാണെന്ന് പറയുന്ന പോലെയാണ്. നീ റൂം നോക്കാൻ വന്നതാണോ അല്ല ഇത് വിൽക്കാൻ വന്നതാണോ? 4 മുറികളും കണ്ടു. എന്നിട്ടോ? ഇല്ല, ഇവിടെ 4 മുറി കണ്ടു. നമ്മൾ 5ാമത്തെ മുറി കണ്ടില്ല ഗൈസ്. 5ാമത്തെ മുറിയിൽ നമുക്ക് ഊഞ്ഞാലുണ്ട്. 5ാമത്തെ മുറിയിൽ ഊഞ്ഞാലല്ല അത്. 5ാമത്തെ മുറിയുടെ മുന്നിൽ ഊഞ്ഞാലുണ്ട്. ഇവിടുന്നല്ലേ തുടങ്ങിയ നീ? ഇത് നമ്മുടെ 4th റൂം പോലെ തന്നെ. അവളെന്തെങ്കിലും ആക്കട്ടെ പോട്ടെ. എന്റെ വെയിറ്റ് പൂള് കാണണം. അതുണ്ടോടാ? അവര് വരുന്നതിന് മുമ്പെല്ലാം കാണാറെല്ലാം കണ്ടു നോക്കി വെച്ചോ. അവസാനം ഒന്നും കെട്ടി ഈ സൈഡിലേക്കൂടാ. നിനക്കെങ്ങനെ കറക്റ്റായിട്ട് അറിയില്ലടാ? എടി ജീവക്ക് എങ്ങനെ അറിയാലോ? നമുക്ക് അറിയണം. ജീവേ സെറ്റുകളാണല്ലോ. എനിക്ക് എന്താണെന്നറിയോ? ഇനി ഇവിടെ സെറ്റ് ആയിട്ട് വേണം നമുക്ക് കൂടെ നീന്തി കുളിക്കാൻ വരാൻ ഗൈസ്. എനിക്ക് എന്താണെന്നറിയോ?
എന്ത് അറിയൂല ആ ആരൊന്നുമില്ല ആഴില്ലാന്നാ വന്ന മതി. നോ ആൽക്കഹോൾ നോ ഡ്രഗ്സ് എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്. ഇത് കണ്ടോ, നമുക്ക് ഇവിടെ തന്നെ ഗ്രില്ല് ചെയ്യാൻ പോകുന്നു. നമുക്ക് ഫുഡ് അടിച്ചുകൊണ്ട് തന്നെ ഗ്രില്ല് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇവിടെ ഉണ്ട് ഗായ്സ്. നമുക്ക് കുറച്ചു നേരം കഴിഞ്ഞിട്ട് എല്ലാരും വന്നിട്ട് ചാടാം. പേടിക്കണ്ട, ഇവളെ പോലെ തന്നെയാണ് കുടുംബക്കാരും, ഒരിക്കലും കൃത്യസമയത്ത് എത്തൂല. അപ്പൊ ഗായ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ രണ്ടാമത്തെ വണ്ടി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിനകത്ത് വെല്ലിച്ചനും പിന്നെ വെല്ലിച്ചന്റെ പിള്ളേരും പിന്നെ ബാക്കി കസിൻസ് ഒക്കെയാണ് ഉള്ളത്. അപ്പൊ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പൊ വന്ന ഉടനെ തന്നെ എല്ലാവരും നേരെ വന്നതായി പൂൾ സൈഡിലേക്കാണ് കേട്ടോ. അപ്പൊ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നേരെ പോയി പൂളിലേക്ക് ചാടാന്ന് വിചാരിച്ചേക്കാണ്. അപ്പൊ ആ സമയത്ത് ഞാനും ചക്കും നൈസായിട്ട് പോയിട്ട് പൂൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ട് ഒരു ചാർജ കണ്ടപ്പോ വേഗം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചു നേരം പൂളിൽ കിടന്ന് ചില്ല് ചെയ്യാം ഗൈസ്. പിന്നെ എല്ലാവരും ചാടിയപ്പോ സംഭവം വേറെ മൂടായി. നമ്മളെല്ലാരും കൂടെ ബോൾ പാസിങ്ങും പിന്നെ പോലീസും ഒക്കെ പിന്നെ കളി തുടങ്ങി. അപ്പൊ ഇവിടെ തന്നെ ഒരു മ്യൂസിക് സിസ്റ്റം ഉണ്ട് കേട്ടോ. അപ്പൊ പാട്ടും കൂടെ വെച്ച് കഴിഞ്ഞപ്പോൾ വെറുതെ ബൈ ഗൈസ്. രാമൂട്ടൻ ഇടയ്ക്ക് പോയി വീഡിയോ എടുക്കും, പിന്നെ ഇടയ്ക്ക് പൂളിലേക്ക് ഇറങ്ങും. അങ്ങനെയാണ്. ഞങ്ങളൊരു 5 മണിക്ക് കയറിയിട്ടുണ്ട്. 10 മണിയായിട്ട് നാത്ത് കിടക്കാം കേട്ടോ. ഇപ്പൊ കറക്റ്റ് ആ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു മിസ്റ്റ് ഡാൻസ് എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് കേട്ടോ. വേറെ ഒന്നും അല്ല, ഇങ്ങനെ നമുക്കിങ്ങനെ റെയിൻ പോലെ മിസ്റ്റ് റെയിൻ പോലെ ഇങ്ങനെ വരും. നമുക്ക് അതിൻ്റെ ഇടയിൽ ഡാൻസ് കളിക്കാൻ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. അപ്പൊ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്ത് തരും കേട്ടോ, നല്ല ലൈവായിട്ട്. അപ്പോൾ ഫുഡ് അവിടെ ഓൾറെഡി അവർ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് ചിക്കനും ഗ്രില്ല് ചെയ്ത് തന്നു. ഞാൻ കുറച്ച് നേരം എല്ലാവരും പുറത്തുനിന്ന് സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് കയറി കിടന്ന് ഉറങ്ങി കേട്ടോ. എല്ലാവരും പോളി കുളിച്ചതിന് നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ഗുഡ് നൈറ്റ് ഗൈസ്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് നമ്മുടെ റിപ്പാരിയൻ റിസോർട്ടിൽ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഓരോരുത്തരായിട്ട് വിളിച്ചെഴുന്നേൽപ്പിക്കാം അല്ലേ. എനിക്ക് തോന്നുന്നു എല്ലാവരും എഴുന്നേറ്റ്, നമ്മൾ മാത്രമേ പാടുന്നുള്ളൂ, ഞാനും ഇവളും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാരും എഴുന്നേറ്റ്, നമ്മൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. എനിക്ക് അപ്പൊ എല്ലാരും എഴുന്നേറ്റു ഗൈസ്. എല്ലാരും എന്താ എഴുന്നേറ്റിട്ട് ഇങ്ങനെ വീട്ടിൽ ഉമ്മറത്ത് വന്നിരിക്കില്ല, അതുപോലെ വന്നിരിക്കുകയാണ്. അപ്പൊ ഇനി നമ്മളിതാ പറമ്പിലേക്കൊന്ന് ഇറങ്ങിയിട്ട്, അതായത് ഇവിടെയൊക്കെ ഇറങ്ങിയിട്ട് ഇവിടുത്തെ ഗ്രൗണ്ടിൽ പോയി ഇരിക്കാനും കളിക്കാനും ഒക്കെ പോവുകയാണ്. എവിടെ പോവാന്ന്? ഇതിൽ നിനക്ക് എത്തുവാ? നീ ഇതുവെല്ലാം കേറൂ കാണാതി കയറിയിട്ടുണ്ട്. എന്നാ നോക്കി കയറി. അയ്യോ അടുക്ക് ഇങ്ങോട്ടൊന്നും പിടിക്കണമെന്നില്ല. എന്നാവാ, ഓ സൈഡിൽ വെക്കണം. ബാഹുബലിനെ പോലെ പിടിച്ചോ. ചെയ്യോ വിരൽ 4 വിരൽ മടക്കി നേരെ തിരിച്ച്. ഇതിടെ പിടി, രണ്ടില്ലേ ഇങ്ങനെ ഇവിടെ എടുത്ത് എന്ത് ചെയ്തു ഇതിടെ ലോക്ക്. ആ ചെയ്തോളൂ. അപ്പോൾ കുറച്ചു നേരം ഗെയിംസ് കളിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ബോറടിച്ചു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു പൂളിൽ പോയിട്ട് ഒന്നുകൂടെ ചാടാന്ന്. പക്ഷെ ആ സമയത്താണ് നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ കൊണ്ടൊരു ജയൻ പാമ്പും കോണിയും കൊണ്ടു തരണേ. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മളെല്ലാവരും കൂടെ അത് കളിച്ചു കേട്ടോ. ഫുള്ള് കള്ളക്കളിയാടാ. പാമ്പിന്റെ വായിലേക്ക് പോ. ഞാനാന്ന് അല്ല അളിയനല്ലേ? അളിയനാ.
എന്റെ മോനെ ആദ്യം ഇറങ്ങിയ അപ്പൊ നല്ല സമയത്ത് തന്നെയാണ് ഗൈസ് ഫുഡ് വന്നത്. ഞാൻ എന്തായാലും ഇങ്ങനെ നിന്നിട്ട് നിൽക്കൽ തന്നെ ഉണ്ടാവുള്ളൂ, അകത്തേക്ക് കയറാൻ പോണില്ല. അതുകൊണ്ട് ഫുഡെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ച് പിന്നെ നമ്മളെല്ലാവരും പോയിട്ട് ഫുഡ് കഴിക്കാൻ പോയിട്ടോ. നമുക്ക് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇടിയപ്പവും മുട്ടക്കറിയും കഴിക്കാം. ഇന്നലെ നിന്റെ കെട്ടിയാൻ ഓർഡർ ചെയ്തു. അറിഞ്ഞില്ല. എനിക്ക് വേണ്ടി ഇന്നലെ ഓർഡർ ചെയ്ത് അറിഞ്ഞില്ലേ? എടാ മുടിയുടെ കളർ കടലക്കറി കടലക്കറിയാണ് മുടിയുടെ കളർ. കൊച്ചിന് കടലാണോ? എനിക്ക് വേണ്ടത് മുട്ട വേണ്ടത്. നിങ്ങൾ സൗന്ദര്യം പിമ്പിൾസ് വന്നാലോ എന്ന് ഓർത്ത്. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു ഗൈസ്. അപ്പം നമ്മളിനി വേറെ പരിപാടിയൊന്നുമില്ല, കാരണം ഇവിടെ 12 മണിയാകുമ്പോൾ തന്നെ ചെക്കൗട്ട് ചെയ്യണം കേട്ടോ. സോ 12 മണി ആകാറായി, ഒരു 11:45 തന്നെ നമ്മൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളെല്ലാവരും കൂടെ റെഡി ആയിട്ട് ഇതാ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. എന്തായാലും വൺ ഓഫ് ദ മെമ്മറബിൾ സ്റ്റേക്കേഷൻ തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് ഒരുപാട് നാളായി ഇതുപോലെ ഒന്ന് കൂടിയിട്ട്, അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. സോ ഈ ഒരു റിസോർട്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. എല്ലാവർക്കൊക്കെ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെ വണ്ടി കയറണത് കയറ്റി അങ്ങനെ വെക്കുക. സ്റ്റിയറിംഗ് ആരും അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന പോലെയാണ്. സ്ഥലം നോക്കി അത്രയും സ്ഥലമുണ്ട്. സ്പെക്സ് അത് വെച്ചില്ലെങ്കിൽ എന്താ അപ്പണേ? ഓ അപ്പടേ ആ പിന്നെ ബാക്കിലുണ്ട് വണ്ടിയുടെ ബാക്കിലുണ്ട്. ആദ്യം നീ വണ്ടി എടുത്തൊന്ന് അനക്ക്. ഇതിന്റെ പുതിയ നോക്കട്ടെ. ഇത് കാണുമ്പോ അറിയാ എന്റെ അമ്മീ ഇതൊന്നും വരുന്നില്ലല്ലോ. അച്ഛൻ ഞാൻ ഫ്രണ്ട് കാണിച്ചു കൊടുക്കാം ആദ്യം. എന്താണ് ഇവള് റിവേഴ്സ് എടുത്ത് കഴിഞ്ഞാൽ എന്താവുന്നുള്ളത്. അങ്ങോട്ട് അങ്ങനെയല്ലടി, ബാക്ക് ഇങ്ങനെ കാണിച്ചു. ഇതാണ് ഈ സൈഡ് കാണിക്ക്, ആ സൈഡ് കാണിക്ക്. അപ്പുറത്ത് ഇത് ഇവിടെ അച്ഛൻ ഇത്രയും ഗ്യാപ്പ് ഇവൻ കേറുന്നു. നമുക്കിവിടെ എന്തായിട്ടാ എങ്ങനെയുണ്ട്? പറ വൈൻഡ് പറ. ഓക്കേ ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. ലവ് യു.